ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മധുരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചുക്കപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പൊടി അളക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു 1.5 കപ്പോളം പഞ്ചസാരയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ്, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ പൊടി ഇട്ടിട്ടുണ്ട് വാട്ടിയെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുമല്ലോ, അതേ രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കണം പൊടി. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി വാട്ടിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും ചേർക്കേണ്ട, ഒരു കോഴിമുട്ട മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഒരു കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. കോഴിമുട്ടയും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കരിഞ്ജീരകമാണ്. അപ്പോൾ അത്യാവശ്യത്തിലധികം തന്നെ കരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എള്ളാണ്. എള്ളും ഒരു 1/2 ടീസ്പൂണോളം എള്ളും ചേർത്ത് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ, അതേപോലെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഓരോ പീസാക്കിയിട്ട് നമുക്കിത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചുക്കപ്പത്തിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ബട്ടൺ ഷേപ്പാണ് നമ്മളിവിടെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ആക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു കേടുമില്ലാതെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ കുറച്ചധികം നേരം നമ്മൾ ഫ്രൈ ആക്കണം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 10-8 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്തും വയ്ക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പുറത്തു നിന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു അച്ചപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.